പാമ്പിനും തവളക്കും ഒരേ പേര് വിളിക്കുന്ന നാടാണ് നമ്മുടേത്. അതെ, കാലില്ല തവളകൾ എന്ന് വിളിക്കുന്ന സിസിലിയൻ എന്ന് പറയുന്ന ഉഭയജീവികളെയും നമ്മൾ കുരുടിപ്പാമ്പ് എന്ന് വിളിക്കും. മണ്ണിനടിയിൽ ഇരുളിൽ കഴിയുന്ന കണ്ണ് ആവശ്യമില്ലാത്ത ബ്ലൈൻഡ് സ്നേക്കുകൾ എന്ന് വിളിക്കുന്ന പാമ്പുകളെയും നമ്മൾ കുരുടിപ്പാമ്പ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കുരുടി എന്ന് വിളിക്കും. അതുപോലെ പാമ്പുകളിൽ ബ്ലൈൻഡ് സ്നേക്കുകളിൽ പെടാത്ത കവചവാലൻ പാമ്പുകളെയും സാൻഡ് ബോവകളെയും നമ്മൾ കുരുടിപ്പാമ്പുകൾ എന്ന് വിളിക്കും. ചിലപ്പോൾ ഇവരെ ഇരുതല പാമ്പുകൾ എന്ന് വിളിക്കും. അതും കൂടാതെ ചിലപ്പോൾ ഇരുതല മൂരികൾ എന്നും വിളിക്കും. ഇവർക്ക് ഈ മൂരി എന്ന് പറയുന്ന വിശേഷണ പദം എങ്ങനെയാണ് വന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ശരിക്കും ആരാണ് കുരുടി, കുരുടിപ്പാമ്പ്, ഇരുതല പാമ്പ്, ഇരുതല മൂരി? ആഭിചാരങ്ങൾക്കോ വേറെന്തോ കാര്യത്തിനോ ഒക്കെ വേണ്ടി അന്ധവിശ്വാസികൾ കോടികൾ മുടക്കും എന്ന് കേട്ട് ഈ ജീവികളെ പിടിക്കാനിറങ്ങുന്ന, വാങ്ങാനിറങ്ങുന്ന, വിൽക്കാനിറങ്ങുന്ന തിരുമണ്ടന്മാർക്കും അറിയില്ല ഇതിലേതാണ് അവർക്ക് വേണ്ട കുരുടി എന്ന്. ഇതിലേതായാലും പ്രത്യേക ഫലമൊന്നും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് താനും. സ്വാഗതം കുരുടികളുടെ അമ്പരപ്പിക്കുന്ന വൈവിധ്യ ജീവലോകത്തിലേക്ക്. പൊട്ടൻ, കുരുടൻ, ചെവിടൻ തുടങ്ങിയ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഭാഷാപ്രയോഗങ്ങൾ ഒരാളെ സൂചിപ്പിക്കാൻ നമ്മൾ പൊതുവെ ഇപ്പോൾ ഉപയോഗിക്കാറില്ലല്ലോ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എങ്കിലും കാഴ്ചശക്തി ഇല്ലാത്തവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുരുടൻ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്ന ചിലരൊക്കെയുണ്ട്. മണ്ണിനടിയിൽ മാത്രം ജീവിക്കാനുള്ള അനുകൂലനങ്ങളുമായിട്ട് പരിണമിച്ചുണ്ടായിട്ടുള്ള ധാരാളം ജീവികളുണ്ട്. പ്രകാശമെത്താതെ ഇരുൾ നിറഞ്ഞ ഇടത്ത് ജീവിക്കുന്നതിനാൽ തന്നെ അവർക്ക് കണ്ണുകൾ കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഗുണമൊന്നുമില്ല. കാഴ്ചശക്തിയില്ലാതെ, കണ്ണിൻ്റെ ആവശ്യമില്ലാതെ മണ്ണിനടിയിൽ തന്നെ ജീവിക്കുന്ന ഒരു വിഭാഗം പാമ്പുകൾക്കും തവളകളെയും സലമാൻഡറുകളെയും പോലെ ഉഭയജീവികളായിട്ടുള്ള സിസിലിയൻ എന്ന വിഭാഗത്തിലെ ജീവികൾക്കും കുരുടി എന്നാണ് മലയാളത്തിൽ പേര്. പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത വളരെ വ്യത്യസ്തരായിട്ടുള്ള ഈ രണ്ടിനം ജീവികൾക്കും ഒരു പേര് തന്നെ ഉപയോഗിക്കുന്നത് പലപ്പോഴും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിനടിയിൽ തുറന്ന് ജീവിക്കുന്നതിനാൽ ഭൂരിഭാഗം ജീവിത സമയവും ഇരുളിലായതിനാൽ പ്രകാശസ്വീകരണികളും ലെൻസും കാഴ്ചയും ഒക്കെ സാധ്യമാകുന്ന വിധത്തിൽ സങ്കീർണമായിട്ടുള്ള കണ്ണുകൾ പരിണാമപരമായിട്ട് ഇവർക്ക് അനാവശ്യമാണല്ലോ. അതിനാൽ തന്നെ ഇവർക്ക് പേരിന് കണ്ണുണ്ടെന്നേ ഉള്ളൂ. കണ്ണ് എന്നത് കാഴ്ചകൾ കാണാനുള്ള ഒരു അവയവം എന്ന വിധത്തിൽ വികസിക്കാതെ പ്രകാശ തീവ്രത വ്യതിയാനങ്ങൾ തിരിച്ചറിയാനുള്ള വെറും ഗ്രാഹികളായോ അല്ലെങ്കിൽ വെറും കൺപൊട്ടടയാളങ്ങൾ മാത്രമായോ ബാക്കിയായവയാണ്. മണ്ണിനടിയിൽ തല ഉപയോഗിച്ച് തുരന്നു പോകേണ്ടതിനാൽ തന്നെ കണ്ണിന് കേടുവരാതെ അതിനെ സംരക്ഷിക്കുന്നതിനായി കട്ടിയുള്ള ശൽക്കങ്ങളോ തൊലിയോ കൊണ്ട് മൂടിയ അവസ്ഥയിലായിരിക്കും കണ്ണുകൾ. എന്തായാലും നമുക്ക് കണ്ടുപരിചയം കൂടുതലായിട്ട് കുരുടിപ്പാമ്പുകളെ ആയിരിക്കും, ബ്ലൈൻഡ് സ്നേക്കുകൾ. അത് ശരിക്കും പാമ്പുകൾ തന്നെയാണ്, മണ്ണിനടിയിൽ കഴിയുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം അത്തരത്തിലുള്ള കുരുടിപ്പാമ്പുകളെ തന്നെ, ബ്ലൈൻഡ് സ്നേക്കുകളെ പരിചയപ്പെടാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമുക്ക് പിറകെ നമ്മുടെ സിസിലിയനുകൾ എന്ന് പറയുന്ന ഉഭയജീവികൾ, പാമ്പല്ലാത്ത തവളവർഗ്ഗക്കാരായിട്ടുള്ള സിസിലിയൻ എന്ന് പറയുന്ന കുരുടികളെയും വിശദമായിട്ട് പരിചയപ്പെടാം. മണ്ണിരയോട് നല്ല സാമ്യമുള്ള വിഷമില്ലാത്ത പാമ്പുകളാണ് കുരുടിപ്പാമ്പുകൾ, ബ്ലൈൻഡ് സ്നേക്കുകൾ. നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായിട്ട് കാണുന്നത് ബ്രാഹ്മണിക്കുരുടി എന്ന് വിളിക്കുന്ന ഇൻഡോടൈഫ്ലോസ് ബ്രാഹ്മിണസ് ആണ്. അവ്യക്തമായിട്ടുള്ള ഒരു പൊട്ടുപോലെയുള്ള ഒരു കണ്ണുകൾ മാത്രമാണ് ഇവർക്കുള്ളത്. കുരുടി, കുരുടൻപാമ്പ്, കോലിപ്പാമ്പ് എന്നൊക്കെ പല പേരുകൾ പല നാടുകളിൽ ഇവർക്കുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് ഇതിന് വിളിക്കുക എന്നറിയില്ല, അറിയുന്നവർ അത് കമൻറ്റ് ചെയ്യുക. ടൈഫ്ലോപ്പിഡെ കുടുംബത്തിലാണ് ഇത്തരത്തിലുള്ള വിരപ്പാമ്പുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിളങ്ങുന്ന തവിട്ട് കലർന്ന കറുപ്പ് നിറമാണ് ഇവർക്ക് സാധാരണയായിട്ടുണ്ടാകുക. ഇണചേരാതെ തന്നെ തലമുറകളെ ഉണ്ടാക്കാനാവുന്ന അനിഷേധ പ്രജനനം, പാർത്തനോജനിസിസ് നടത്തുന്നവരാണിവർ. അതായത് ഇവരിൽ പെണ്ണിനം മാത്രമേ ഉള്ളൂ. 2 മുതൽ 4 ഇഞ്ച് വരെ മാത്രമാണ് ഇവയുടെ നീളമുണ്ടാകുക. അതിനാൽ തന്നെ ഏറ്റവും ചെറിയ പാമ്പിനങ്ങളായിട്ടാണ് ഈ കുരുടികളെ കണക്കാക്കുന്നത്. വാലും തലയും കാഴ്ചയിൽ ഒരുപോലെ തന്നെ തോന്നുന്നതിനാൽ ഇവയെ ഇരുതല പാമ്പ് എന്നും വിളിക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ മറ്റു പാമ്പുകളുടേതുപോലെ തന്നെ തലയിലും ശരീരത്തിലും ഒക്കെ ചെറിയ ശൽക്കങ്ങൾ കാണാം. കൺപൊട്ടും ഈ ശൽക്കങ്ങളുമാണ് ഇത് മണ്ണിരയല്ല എന്ന് വേഗത്തിൽ ഉറപ്പിക്കാനുള്ള എളുപ്പമാർഗം. തലയിൽ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള അല്പമൊക്കെ പ്രകാശത്തെ കടത്തിവിടുന്ന വിധത്തിലുള്ള ശൽക്കങ്ങൾ കൊണ്ട് മൂടിയ വിധത്തിലായിരിക്കും ഇവയുടെ കണ്ണുകൾ ഉണ്ടാകുക. വളരെ ചെറുതാണ് ആ കണ്ണ്. കടും കറുപ്പ്, വെള്ളിച്ചാര നിറം, മങ്ങിയ മഞ്ഞ, പർപ്പിൾ തുടങ്ങിയ പല കളറുകളിൽ കുരുടിപ്പാമ്പുകളെ കാണാം. ലോകത്തെങ്ങുമായിട്ട് 200ഓളം ഇനം കുരുടിപ്പാമ്പുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ 19 ഇനം കുരുടികളെയാണ് ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇതുവരെയായിട്ട് 6 ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിതലും ഉറുമ്പൻ മുട്ടകളും അവയുടെ ലാർവകളും ഒക്കെയാണ് കുരുടിപ്പാമ്പുകളുടെ ഏറ്റവും പ്രധാന ഭക്ഷണം. നമ്മുടെ ബ്രാഹ്മണിക്കുരുടിക്കൊക്കെ വളരെ ഇഷ്ടം ചിതലുകളെയാണ്. കൗതുകകരമായിട്ടുള്ളൊരു കാര്യം നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ബ്രാഹ്മണിക്കുരുടികൾ തലയുടെ അടിഭാഗത്തുള്ള കുഞ്ഞു വായ കൊണ്ട് ഈ കുഞ്ഞു ചിതലിൻ്റെ തലഭാഗം മാത്രം മുറിച്ച് കളഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ശരീരം മാത്രമാണ് ഭക്ഷിക്കുക. അതായത് ബ്രാഹ്മണിക്കുരുടികൾ പ്രത്യേക വിധത്തിലാണ് ചിതലിനെ തിന്നുക.
ചിതലിൻ്റെ ശരീരം ആദ്യം വായ്ക്കുള്ളിലാക്കും, എന്നിട്ട് ചിതലിൻ്റെ തല മണ്ണിൽ ഉരച്ച് വേർപെടുത്തി കളയും. ഇനി അബദ്ധത്തിൽ ചിതലിനെ തലയോടെ വിഴുങ്ങിപ്പോയാൽ വീണ്ടും ഛർദ്ദിച്ച് തല ഒഴിവാക്കി വീണ്ടും കഴിക്കും. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ഇപ്പോഴും അത്ര വ്യക്തമായിട്ടില്ല. ചിതലിൻ്റെ തല ദഹിക്കാൻ എന്തോ പ്രശ്നമുള്ളതോ അല്ലെങ്കിൽ ഈ തലയിൽ എന്തോ വിഷാംശമുള്ളതോ ഒക്കെ ആകാം കാരണം. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം മനസ്സിലാകണമെങ്കിൽ അതിൽ പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും ഗവേഷണങ്ങൾ നടക്കണം. ഇതുപോലെ പാമ്പ് ലോകത്ത് വേറെയും കൗതുകകരമായിട്ടുള്ള തീറ്റ വിശേഷങ്ങളുണ്ട്. ഞണ്ടുതീനി നീർപ്പാമ്പുകളും ഇത്തരത്തിലുള്ള ഒരു സവിശേഷ സ്വഭാവം പ്രകടിപ്പിക്കുന്നവയാണ്. ഫൊർഡോണിയ ലൂക്കോബാലിയ, ഗറാഡ പ്രിയോസ്റ്റിയാന തുടങ്ങിയ നീർപ്പാമ്പുകൾ ഞണ്ടുകളെ തിന്നുമ്പോൾ കഷണമാക്കിയിട്ട് ഓരോ പീസായിട്ടാണ് വിഴുങ്ങുക. എന്തായാലും ബ്രാഹ്മണിക്കുരുടികൾ ചിതലിൻ്റെ തലഭാഗം മുറിച്ചു കളഞ്ഞ് ബാക്കി മാത്രം ഭക്ഷിക്കുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും നമുക്ക് വലിയ സഹായം ചെയ്യുന്നവരാണ് ഈ കുരുടിപ്പാമ്പുകൾ. മണ്ണിനടിയിലെ ചിതലുകളുടെ മഹാസാമ്രാജ്യത്തെ നിലക്ക് നിർത്തുന്നത് പലപ്പോഴും കുരുടികളാണ്. മണ്ണിനടിയിൽ കഴിയുന്ന മറ്റ് വലിയ പവിഴപ്പാമ്പുകളുടെയും തുരപ്പൻ പാമ്പുകളുടെയും ഒക്കെ പ്രധാന ഭക്ഷണമാണ് ഈ കുരുടിപ്പാമ്പുകൾ. രാത്രി ഇര തേടി ഇറങ്ങുന്ന ഇവരെ മഴക്കാലത്ത് നമുക്ക് മുറ്റത്തൊക്കെ കാണാം. ഇവയെ നമ്മൾ കയ്യിലെടുത്താൽ കടിക്കുകയൊന്നുമില്ല. ഇനി കടിക്കണമെന്ന് വിചാരിച്ചാലും അവർക്ക് പറ്റില്ല. അതായത് അവയുടെ വളരെ ചെറിയ വായും വളരെ കുഞ്ഞു പല്ലുകളുമാണ് ഇവർക്കുള്ളത്. എന്നാൽ രക്ഷപ്പെടാനായിട്ട് ഇവർ രൂക്ഷഗന്ധമുള്ള വിസർജ്യങ്ങൾ തൂവി നാശകോശമാക്കും. ഇത്തരത്തിൽ തൂറ്റി നാറ്റിച്ച് വെറുപ്പിച്ച് അതിനെ തിന്നാതെ ഒഴിവാക്കാനുള്ള ഒരു അതിജീവന തന്ത്രമാണ് അവർ പയറ്റുന്നത്. അതുപോലെ ഇവയുടെ വാലിൻ്റെ അഗ്രഭാഗത്ത് മുന പോലെയുള്ള ഒരു ശൽക്കമുണ്ട്. അതുകൊണ്ട് കുത്തി വേദനിപ്പിക്കാനും ഇവർ ശ്രമിക്കും. നമ്മുടെ കുരുടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളത് കൊക്കുരുട്ടി പാമ്പ് എന്നു പേരുള്ള ബീക്ക്ഡ് വേം സ്നേക്ക് ആണ്. ഗ്രിപ്പോടൈപ്ലോപ്സ് അക്കുട്ടസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. 66 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള കൊക്കുരുട്ടി പാമ്പിനെ കണ്ടതായിട്ട് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സയൻറ്റിസ്റ്റായിട്ടുള്ള ഡോക്ടർ ജാഫർ പാലോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. മേൽത്താടിയിലെ ചെതുമ്പലുകൾ ഉരുണ്ട കൊക്ക് പോലെ ഉന്തി നിൽക്കുന്നതിനാലാണ് ഇവയെ കൊക്കുരുട്ടി പാമ്പ് എന്ന് വിളിക്കുന്നത്. കൗതുകകരമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള പേരുകൾ ഇത്തരത്തിലുള്ള കുരുടിപ്പാമ്പുകൾക്ക് നമ്മുടെ നാട്ടുകാർ നൽകിയിട്ടുണ്ട്. ഗർഹോപ്പിലസ് തെർസ്റ്റോണി എന്ന് ശാസ്ത്രനാമമുള്ള ഒരു കുരുടിപ്പാമ്പിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള പേര് അമ്മിഞ്ഞ കുടിയൻ പാമ്പ് എന്നാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്ത് അമ്മിഞ്ഞ പാൽ കുടിച്ചതിൻ്റെ ബാക്കി അല്പം പറ്റി നിൽക്കുന്നത് ചിലപ്പോൾ കാണാറില്ലേ? അതുപോലെ ഈ പാമ്പിൻ്റെ രണ്ടഗ്രങ്ങളും അല്പം വെളുത്തും ബാക്കി ഭാഗങ്ങൾ ഇരുണ്ടോ കറുത്തോ ഒക്കെയാണ് കാണപ്പെടുക. അതിനാലാണ് ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള പേര് ഇവർക്ക് ആരോ നൽകിയത്. ഉള്ളു കാണും വിധം സുതാര്യമായിട്ടുള്ള മെലിഞ്ഞ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് നേർത്ത പിങ്ക് നിറമുള്ള തിണ്ടൽ കുരുടിപ്പാമ്പാണ് മറ്റൊന്ന്, ടിൻഡൽസ് ബ്ലൈൻഡ് സ്നേക്ക്. ഇതുകൂടാതെ ബെഡോമി കുരുടിപ്പാമ്പ്, ബെഡോമീസ് വേം സ്നേക്ക്, സ്ലെൻഡർ ബ്ലൈൻഡ് സ്നേക്ക് എന്നീ ഇനങ്ങൾ കൂടിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ ബ്ലൈൻഡ് സ്നേക്കുകളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത പാമ്പുകളെയും നമ്മൾ കുരുടിപ്പാമ്പുകൾ എന്ന് വിളിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. യൂറോപെൽറ്റിഡെ വിഭാഗത്തിലെ കവചപാലൻ പാമ്പുകളെയും നമ്മൾ കുരുടികൾ എന്ന് വിളിക്കാറുണ്ട്. ഷീൽഡ് ടെയിൽസ് അല്ലെങ്കിൽ ഷീൽഡ് ടെയിൽഡ് സ്നേക്സ് എന്നൊക്കെയാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. മണ്ണിനടിയിൽ കഴിയുന്ന വിഷമില്ലാതെ ഈ പാമ്പുകൾ ഇന്ത്യയിൽ തെക്കൻ പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് കാണുക. ഈർപ്പമുള്ള മണ്ണിൽ തുരന്നിറങ്ങുന്ന സ്വഭാവമുള്ളവരാണിവർ. ഇതിന് സഹായിക്കുന്ന വിധത്തിൽ വാലിൻ്റെ അഗ്രഭാഗത്ത് കട്ടിയേറിയ ഒരു ഷീൽഡ് കവചം ഉള്ളതിനാലാണ് ഇവർക്ക് ഈ പേര് കിട്ടിയത്. 50-ലധികം ഇനങ്ങൾ ഷീൽഡ് ടെയിൽഡ് വിഭാഗത്തിലുണ്ട്. ഇതിലും പെടാത്തതാണ് ഇന്ത്യൻ സാൻഭോവ എന്ന് പറയുന്ന ഇരുതല മൂരി. എറിക്സ് ജോണി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. പകൽ മണ്ണിനടിയിൽ ഒളിച്ചു കഴിയുകയും രാത്രി സജീവമാവുകയും ചെയ്യുന്നതാണ് ഇവരുടെ ശീലം. ചെമ്പിച്ച തവിട്ട് കലർന്നതോ ചോക്ലേറ്റ് നിറമുള്ളതോ ആണ് ഇവയുടെ എണ്ണമിനുപ്പാർന്ന കരുത്തൻ തടിയൻ ശരീരം. ഇവർക്ക് ഇരട്ടത്തലയൻ, എണ്ണപ്പാമ്പ് എന്നൊക്കെ പേരുണ്ട്. എന്നാൽ സാൻഭോവകൾ കുരുടികളെ പോലെ കാഴ്ച കുറഞ്ഞ പാമ്പുകളല്ല. തലയും വാലും ഒന്നുപോലെ തോന്നുന്നതിനാലും കുഞ്ഞു കണ്ണുകൾ അത്രമാത്രം പ്രകടമല്ലാത്തതിനാലുമാണ് ഇവയെ കുരുടിയെന്നും ഇരുതലമുരി എന്നും ഒക്കെ വിളിക്കുന്നത്. തലയേക്കാൾ തടിച്ച കഴുത്തും ഉരുണ്ട വാലറ്റവും ഉള്ളതിനാൽ തന്നെ ഇതിൻ്റെ തലയേത് വാലേത് എന്ന് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ചില ആഭിചാര ക്രിയകൾക്കൊക്കെ ഈ ഇരുതലമൂരിയെ കൊണ്ട് ഗുണം കിട്ടുമെന്നാണ് പല അന്ധവിശ്വാസികളും കരുതുന്നത്. ഇതിനെ കൈവശം വെച്ചാൽ ഐശ്വര്യം കിട്ടും, നിധി കിട്ടും എന്നൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരുമുണ്ട്. അതും കൂടാതെ ഇതിന് ലൈംഗിക ഉത്തേജനശേഷി വർദ്ധിപ്പിക്കാനുള്ള ഔഷധ ഗുണമുണ്ട് എന്ന് കരുതുന്നവരുമുണ്ട്. അങ്ങനെയാണ് ഇരുതലമൂരിക്ക് കോടികൾ കിട്ടും എന്ന് കേട്ട് ഇതിനെ പിടിക്കാനായിട്ട് ആളുകൾ ഇറങ്ങുന്നത്, കടത്താൻ ശ്രമിക്കുന്നത്. ഇതിനെ വാങ്ങി വഞ്ചിതരാകുന്നവരുടെ പണം നഷ്ടപ്പെടുന്നത് കൂടാതെ പോലീസ് പിടികൂടി തടവും പിഴയും ഒക്കെ കൂടിയിട്ടുള്ള ശിക്ഷകളും കൂടി കിട്ടുന്ന ഐശ്വര്യം കൂടി പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോഴിനി നമുക്ക് നമ്മുടെ പാമ്പല്ലാത്ത കുരുടികളിലേക്ക് വരാം. സിസിലിയനുകൾ. ഇവർ തവളവർഗ്ഗക്കാരാണ്, ആംഫീബിയനാണ്, ഉഭയജീവിയാണ്, കാലില്ലാത്ത തവള എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സിസിലിയൻ എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു മലയാളം പദമില്ല. പഴമക്കാർ ഇതും ഒരു പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം. അങ്ങനെ ഇതിനും കുരുടിപ്പാമ്പ് എന്ന പേര് കിട്ടിയതാകാം.
ആംഫിബിയൻ എന്ന് പറയുന്ന ഉഭയജീവികളെ നമുക്കൊക്കെ പരിചയമുണ്ട്. വെള്ളത്തിലും കരയിലുമായിട്ട് അവയുടെ ജീവഘട്ടം കടന്നു പോകുന്നവയാണ് ആംഫിബിയനുകൾ. തവളയാണ് അതിൽ നമുക്ക് ഏറ്റവും പരിചിതരായിട്ടുള്ള ജീവി. ഇവരിൽപ്പെട്ട സലമാൻഡറുകൾ എന്ന് പറയുന്ന ജീവി അരണക്കുട്ടിയെ പോലെയൊക്കെ കാഴ്ചയിൽ തോന്നുന്ന അവ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. ഈ സലമാൻഡറിന് നമ്മൾ സലമാൻഡർ എന്ന് തന്നെയാണ് മലയാളത്തിൽ വിളിക്കുന്നത്. അതുപോലെ ഈ സിസിലിയനുകൾക്കും എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു മലയാളം പേരുണ്ടാകുന്നതായിരുന്നു നല്ലത്. സിസിലിയൻ എന്ന് തന്നെ. ഈ കുരുടി എന്നുള്ള പേര് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. ബ്ലൈൻഡ് സ്നേക്കുകളെ പോലെ തന്നെ ഇവർക്കും കാഴ്ചശക്തിയില്ല. മണ്ണിനടിയിലാണ് ഇവരുടെയും ജീവിതം. ഇത്തരത്തിലുള്ള ആംഫീബിയൻ ആയിട്ടുള്ള സിസിലിയൻ കുരുടികൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ദയവായിട്ട് അത് കമൻറ്റിൽ ചേർക്കുക. നമുക്ക് പുതിയൊരു അറിവായിരിക്കും അത്. ഇതിൻ്റെയും തലയേത് വാലേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള രൂപമാണ്. അതിനാൽ തന്നെ ഇവയെയും ഇരുതല അല്ലെങ്കിൽ ഇരുതല പാമ്പ് എന്നൊക്കെ വിളിക്കാറുണ്ട്. മുഖത്ത് കണ്ണിനും മൂക്കിനും ഇടയിൽ വളരെ ചെറിയ ഒരു ജോഡി സ്പർശിനികൾ തുറിച്ചു നിൽക്കുന്നുണ്ടാകും. ഈ ടെൻറ്റക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവ മണ്ണിനടിയിലും പുറത്തും ഒക്കെയുള്ള ഗന്ധങ്ങളൊക്കെ തിരിച്ചറിയുന്നതും ഇരപിടിക്കുന്നതും സഞ്ചാരത്തിനുള്ള വഴികൾ കണ്ടെത്തുന്നതും ഒക്കെ. ഇവയെ കയ്യിലെടുത്താൽ കുതിർന്ന ബാർ സോപ്പ് കയ്യിൽ പിടിച്ചതുപോലെ വഴുതി കളിക്കും. ഇവയുടെ വായിൽ കുഞ്ഞരിപ്പല്ലുകളുണ്ട്. അതിനാൽ തന്നെ ഇവർക്ക് ഇരകളെ വായിൽ നിന്നും രക്ഷപ്പെടാതെ തടയാൻ വേണ്ടിയിട്ട് ആ പല്ലുകൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് വിഴുങ്ങാനും പറ്റുന്നു. കൊടും മഴക്കാലത്തൊഴിച്ച് ബാക്കിയുള്ള കാലം അത്രയും മണ്ണിനടിയിൽ തന്നെ കഴിയുന്നവരാണിവർ. മഴക്കാലത്ത് നമുക്ക് കാട്ടുപാതകളിലും റോഡിലും ഒക്കെ ഇവയെ രാത്രികളിൽ കാണാം. കാഴ്ചയിൽ ഇവരും മണ്ണിരകളെപ്പോലെയും കുരുടിപ്പാമ്പുകളെപ്പോലെയും ഒക്കെ തോന്നുമെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ പാമ്പിൻ്റെ ശരീരത്തിലുള്ളതുപോലുള്ള ശൽക്കങ്ങൾ ഇവരുടെ ശരീരത്തിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. വിരരൂപിയായിട്ടുള്ള ഇവരുടെ സിസിലിയൻ എന്ന് പറയുന്ന പേര് വന്നത് ലാറ്റിനിലെ കാഴ്ചയില്ലാത്ത എന്നർത്ഥം വരുന്ന ഒരു പദത്തിൽ നിന്നാണ്. എന്തായാലും നമുക്ക് ഏറ്റവും അപരിചിതരായിട്ടുള്ള ആംഫീബിയൻ ഉഭയജീവി വിഭാഗം ഈ സിസിലിയൻ കുരുടികളായിരിക്കും. പൊതുവെ കടും തവിട്ടോ നീലിമ കലർന്ന കറുപ്പോ നിറത്തിലുള്ളതായിരിക്കും ഇവരുടെ നേർത്ത ഉരുണ്ട ശരീരം. കൂടാതെ ഇവരുടെ ശരീരത്തിൽ ചുറ്റടയാളങ്ങൾ കാണാം. മഞ്ഞ നിറമുള്ള അടിഭാഗമുള്ളവ, പർപ്പിൾ നിറമുള്ള മേൽഭാഗമുള്ളവയൊക്കെ ഇവരുടെ കൂട്ടത്തിൽ കാണാം. ചിതൽ, മണ്ണിരകൾ, വണ്ടുകളുടെയും മറ്റും ലാർവകൾ തുടങ്ങിയവയാണ് ഇവയുടെ ആഹാരം. മണ്ണിര വലിപ്പമുള്ളവർ തൊട്ട് 1.5 മീറ്റർ വരെ നീളമുള്ള പാമ്പെന്ന് തന്നെ നമുക്ക് തോന്നുന്ന വിധത്തിൽ അത്രയും വലിയ സിസിലിയന്മാർ വരെ ഇവരുടെ വിഭാഗത്തിലുണ്ട്. വിസർജ്യങ്ങൾ പുറത്തു കളയാനും ഇണചേരാനുമായിട്ടുള്ള ക്ലോയക്ക എന്ന് പറയുന്ന അവയവം ശരീരത്തിൻ്റെ പിൻഭാഗത്തുണ്ടാകും. വാലെന്ന് പറയാൻ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇവർക്കും മണ്ണിനടിയിലുള്ള ജീവിതമായതിനാൽ തന്നെ പ്രകാശവുമായിട്ട് ഒരു ഇടപാടുമില്ലാതെ ഇരുളിൽ തന്നെ കഴിയുന്നതിനാൽ കണ്ണുകൾ പരിണമിച്ചുണ്ടായിട്ടില്ല. ഇരുളും വെളിച്ചവും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് മാത്രമേ ആ കണ്ണടയാളങ്ങൾക്കുമുള്ളൂ. ഇവയുടെ ശരീരത്തിൽ മടക്ക് പോലെ ചുറ്റടയാളങ്ങൾ ഉള്ളതിനാൽ തന്നെ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകും ഇവർക്ക് ഗണ്ഡങ്ങളായിട്ടുള്ള ശരീരമാണെന്ന്. ചിലയിനം സിസിലിയനുകൾക്ക് അവയുടെ തൊലിയിൽ നിന്നും വിഷസ്വഭാവമുള്ള ചില സ്രവങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. ഇവയെ തിന്നാൻ വരുന്ന മറ്റ് ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അനുകൂലനമാണത്. ഉറപ്പുള്ള തലയോടും കൂർത്ത മുഖാഗ്രവും ഉള്ളതിനാൽ തന്നെ മണ്ണിലൂടെയും ചളിയിലൂടെയും ഒക്കെ തള്ളി മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് പറ്റും. തലയോട്ടിയിലെ എല്ലുകൾ കൂടിച്ചേർന്നിട്ട് ഒരു മുനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വാൽഭാഗം കുത്തി നിർത്തി അയഞ്ഞ മേൽത്തൊലിക്കുള്ളിൽ മസിലുകൾ പിസ്റ്റൺ പോലെ പ്രവർത്തിപ്പിച്ചിട്ടാണ് ഇവ മുന്നോട്ട് പതുക്കെ നീങ്ങുന്നത്. വെള്ളത്തിലൂടെ ഈ മത്സ്യങ്ങളുടെയൊക്കെ ചേലിൽ നീന്താനും ഇവർക്ക് പറ്റും. പന്നികളൊക്കെ ചെളി കുത്തി ഇളക്കി അതിനടിയിലുള്ള ഇത്തരത്തിലുള്ള സിസിലിയൻ കുരുടികളെ പിടിക്കും, വലിച്ചെടുക്കും. അതിനാൽ തന്നെ സിസിലിയന്മാർക്ക് ചില പ്രദേശങ്ങളിൽ പന്നിവിര എന്നും പേരുണ്ട്. ഇക്തിയോഫിസിഡെ കുടുംബത്തിലെ 11 ഇനങ്ങളും ഇൻഡോടൈഫിലിഡെ കുടുംബത്തിൽപ്പെട്ട 4 ഇനങ്ങളും കൂടി 15 ഇനം കുരുടികളാണ് നമ്മുടെ കേരളത്തിൽ ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തവളകളിലും മറ്റ് ഉഭയജീവികളിലുമൊക്കെ അണ്ടബീജ സംയോജനം ശരീരത്തിന് പുറത്താണ് നടക്കുന്നതെങ്കിൽ ഇവരുടെ മാത്രം ഫെർട്ടിലൈസേഷൻ ശരീരത്തിനുള്ളിൽ വെച്ചാണ് നടക്കുന്നത്. ആൺ സിസിലിയൻ ബീജ കൈമാറ്റം ചെയ്യാനുള്ള നീണ്ട കുഴൽ സംവിധാനം പെൺ സിസിലിയൻ്റെ പിറകുവശത്തുള്ള ക്ലോയക്കയിൽ കടത്തി 2-3 മണിക്കൂർ കൊണ്ടാണ് ഇണചേരൽ പൂർത്തിയാക്കുക. ഇക്തിയോഫിസിഡെ കുടുംബത്തിൽപ്പെട്ട സിസിലിയനുകൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓവിപാരസ് സ്വഭാവമുള്ളവരാണ്. മുട്ടകൾക്ക് ചുറ്റും അമ്മ ചുരുണ്ട് കിടന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കും. കൂടാതെ സൂര്യപ്രകാശവും ചൂടും കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഈ മുട്ടകൾ ഇടയ്ക്കിടെ തിരിച്ചു മറിച്ചും വെക്കും. 2 മാസത്തോളമാണ് ഈ സിസിലിയൻ അമ്മ ഈ മുട്ടകൾക്ക് ഇങ്ങനെ അടയിരിക്കുക അല്ലെങ്കിൽ ത്യാഗശ്രദ്ധ കൊടുക്കുക. അത്ര കാലം പട്ടിണി കിടന്ന് തളർന്നിട്ടും അമ്മ സിസിലിയൻ കുഞ്ഞുങ്ങളെ വിട്ടുപോവില്ല. പൊട്ടിത്തുടങ്ങിയ പുറന്തൊലി കുഞ്ഞുങ്ങൾ പാല് പോലെ ഭക്ഷണമാക്കും. ശരിക്കും അമ്മയെ തിന്നാണ് പിന്നെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ജന്തു ശരീരത്തിനകത്ത് വെച്ച് തന്നെ ഭ്രൂണം വളർച്ച പ്രാപിച്ച് വിരിഞ്ഞ് വളർന്ന് പ്രസവിക്കുന്ന പോലെയുള്ള രീതി പിന്തുടരുന്നവയെ ഓവോവിവിപാരസ് എന്നാണ് പറയുക.
ഇത്തരത്തിലുള്ള പ്രത്യുത്പാദനമാണ് ഇൻഡോടൈഫ്ലിഡെ വിഭാഗത്തിൽപ്പെടുന്ന സിസിലിയന്മാരുടെ കാര്യത്തിൽ നടക്കുന്നത്. കുഞ്ഞുങ്ങൾ പിറക്കും മുമ്പ് തന്നെ അമ്മയുടെ തടിച്ച അണ്ടവാഹിനി കുഴലിൻ്റെ അകവശം ചുരണ്ടി തീറ്റ തുടങ്ങും. പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മ പുറന്തൊലി കുറേശ്ശെ പൊഴിച്ചു കൊടുത്ത് ഭക്ഷണമാക്കി നൽകും. ത്രിവർണ്ണക്കുരുടി, കൊരകുകുരുടി, ബെഡോമിൻ്റെ വരയൻ കുരുടി, തടിയൻ കുരുടി, മൂക്കൻ കുരുടി എന്നിവയാണ് മറ്റുള്ള ചില കുരുടികൾ. ഇവ കൂടാതെ മലബാർ കുരുടി, ചെങ്ങളം കുരുടി, മേനോൻ കുരുടി, നാരായൺ കുരുടി, ഉമ്മൻ കുരുടി, ചെമ്പൻ കുരുടി, വയനാട് പേരിയിൽ നിന്നും കണ്ടെത്തിയ പേരിയ കുരുടി, ഏലക്കാടൻ കുരുടി, രാമസ്വാമി കുരുടി, തേജസ്വിനി കുരുടി എന്നിവയാണ് കേരളത്തിലുള്ള മറ്റു കുരുടികൾ. ഉറുമ്പുകളുടെയും ചിതലുകളുടെയും മണ്ണിനടിയിൽ ജീവിക്കുന്ന മറ്റു പലതരത്തിലുള്ള പ്രാണികളുടെയും എണ്ണം നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് നമ്മുടെ സിസിലിയൻ കുരുടികൾ. അതുകൊണ്ട് തന്നെ ഇവയുടെ ജൈവ വൈവിധ്യ പ്രാധാന്യം വളരെ ഏറെയാണ്. അതിനാൽ തന്നെ അവയെ സംരക്ഷിക്കേണ്ടതിൽ പ്രധാന പങ്ക് നമുക്കുണ്ട് താനും. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ പാമ്പുകൾ തൊട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.